ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PYQ ഡിസ്കഷന്റെ 4ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ സ്റ്റേജ് 1-ലെ 038/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ഇതിക്ക് മുന്നേ ഉള്ള ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇതുവരെയും പഠനം നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായും റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 4 ചോദ്യങ്ങളും ആ ചോദ്യങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റും നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയ മക്കളെ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. അപ്പോൾ ഈ 4 ഓപ്ഷനുകളും കാണുമ്പോൾ തന്നെ നമുക്ക്, കാരണം എക്കണോമിക്സിലെ ഒരു ചോദ്യമാണ്, കുറച്ച് ഡെപ്തിലേക്കുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ നോക്കുക. 1ഉം 2ഉം മാത്രം, 1ഉം 3ഉം മാത്രം, 1, 2, 3 മാത്രം, 1, 2, 4 മാത്രം. ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതേപോലെ തന്നെ നിയമാനുസൃതമായ ലിക്വിഡിറ്റി റേഷ്യോ ആണ് ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതേപോലെ തന്നെ നിയമാനുസൃതമായ ലിക്വിഡിറ്റി റേഷ്യോ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ നമുക്ക് അവസാനം വരെ എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഒരു രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഒരു രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം എന്ന് പറയുന്നത് കേന്ദ്ര ബാങ്കാണ്. പൊതുക്ഷേമത്തിനായി പണത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാലും അതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഏതെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് പൊതുക്ഷേമത്തിനായി പണത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം, അതേപോലെ തന്നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമുകളിൽ എക്കണോമിക്സിന്റെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പഠിച്ചു പോവുക. കാരണം ഇനി ഒരു റിവിഷനുള്ള സമയമില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യുക, പക്ക സെറ്റായി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം കേന്ദ്ര ബാങ്ക്, പൊതുക്ഷേമത്തിനായി പണത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം റിസർവ് ബാങ്കാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം? 34 മാർച്ച് 6 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചോദിച്ചേക്കണ ചോദ്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ
എന്നാ സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 35 ഏപ്രിൽ 1. ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് രൂപീകൃതമായ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാ സ്ഥാപിതമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്നാണ് സ്ഥാപിതമായത്? 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമുക്കറിയാം, ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1926-ലാണ് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ രൂപീകൃതമായത്. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ഫിനാൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അതർവൈസ് നോൺ എസ് എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന പേരിലാണ് ഏത് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അറിയപ്പെട്ടത്. പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. അന്ന് ഇതിന്റെ മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപ മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്ഥാപിത സമയത്ത് ഇത് ഏത് പേരിലാണ്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. അതിനുശേഷമാണ് ഇത് എന്തായിട്ട് മാറിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നതും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അന്നത്തെ സ്ഥാപിത മൂലധനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 5 കോടി രൂപയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ബേസ് ലെവലുള്ള ഒരു ചോദ്യമാണ്. ഇതൊന്നും ഒരു കാരണവശാലും തെറ്റിക്കരുത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ആദ്യ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. അപ്പൊ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, തെറ്റിപ്പോവരുത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ ആണ്. എന്നാൽ ആദ്യത്തെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1937-ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റിയ വർഷമാണ് 1937. അപ്പോൾ ആദ്യത്തെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്, അതിനുശേഷം മുംബൈയിലേക്ക് മാറ്റി. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1937 ഓർത്തു വയ്ക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1949 മാർച്ച് 16-നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്. 49 മാർച്ച് 16. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അത് 1949-ലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1949 ജനുവരി 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ള ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്കിനാണ് ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിക്കാനും അത് വിതരണം ചെയ്യാനുമുള്ള അവകാശമുള്ളത്. 1 രൂപ നോട്ടിൽ ഒഴികെ മറ്റു കറൻസി നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നത് RBI ഗവർണറാണ്. ഓക്കെ, അപ്പോൾ 1 രൂപ നോട്ടിൽ മാത്രമാണ് RBI ഗവർണർ ഒപ്പുവയ്ക്കാത്തതുള്ളൂ. ബാക്കി എല്ലാ നോട്ടുകളിലും RBI ഗവർണറാണ്. എന്നാൽ 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം നിലവിൽ എന്താണ്, നമ്മളെല്ലാവരും PSC പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ധനകാര്യ സെക്രട്ടറി ആണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിപ്പോ ഒരു ബേസ് ചോദ്യമാണ്. പണ്ടൊക്കെ ഇത് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗമാണ് കടുവ. അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ അതും എണ്ണപ്പനയാണ്, എണ്ണപ്പന. അപ്പോൾ മൃഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുദ്രണം ചെയ്തിരിക്കുന്നത് കടുവയാണ്. ഏതാണ് വൃക്ഷം ഇതിൻ്റെ അകത്ത് മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എണ്ണപ്പനയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേ കണ്ടോ, അതായത് ഇതാണ് കടുവ, കടുവേനെയാണ് മുദ്രണം ചെയ്യപ്പെട്ടിരുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ദേ കടുവയാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന വൃക്ഷം ഇതാണ് എന്തെന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന വൃക്ഷം
ചോദിച്ചു കഴിഞ്ഞാൽ അത് എണ്ണപ്പനയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ എണ്ണപ്പനയും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ കടുവയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നം നോക്കി കഴിയുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ഒത്തിരി തവണ ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓക്കെ, അപ്പോൾ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് CD ദേശ്മുഖ് ആണ്. ഓക്കെ, ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് CD ദേശ്മുഖ് ആണ്. RBIയുടെ രണ്ടാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ടൈലർ ആണ്. ജെയിംസ് ടൈലർ ആണ് RBIയുടെ രണ്ടാമത്തെ ഗവർണർ. അദ്ദേഹമാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ടൈലർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ മൻമോഹൻ സിംഗ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ടുള്ളത്. ഇനി ഇപ്പോഴത്തെ RBI ഗവർണർ ആരാന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തായാലും കുറേ നാളുകളായി നമ്മളിങ്ങനെ പറയുന്നു, അപ്പോൾ നിങ്ങൾക്കും എന്താണ് ഈ പറയുന്ന എന്താണ് കമന്റ് ചെയ്യുക. അത് കമന്റ് ചെയ്ത ആളുകൾക്ക് നമുക്ക് ചെറിയ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങളുടെ ആൻസർ ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. ഒരു രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം എന്നറിയപ്പെടുന്നത് മക്കളെ ഏതാണ്? കേന്ദ്ര ബാങ്കാണ്. പൊതുക്ഷേമത്തിനായി പണത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട സ്ഥാപനം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1934 മാർച്ച് 6-നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ് ചോദിച്ചാൽ 35 ഏപ്രിൽ 1. പഠിച്ചു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 35 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് പാസ്സായതെന്ന് ഓർത്തു വയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 35 ഏപ്രിൽ 1-നാണ്. ഇനി ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ എന്നാ രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1926-ലാണ്. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ട് രൂപീകരിച്ചു. അന്ന് 5 കോടിയായിരുന്നു മൂലധനം. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കൊൽക്കത്തയും ഇപ്പോഴെവിടെയാന്ന് ചോദിച്ചാൽ അത് മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറ്റി മുംബൈയിലേക്ക് ആക്കിയ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1937 ആണെന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1949 മാർച്ച് 16-ആണ്. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 49-ലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ വിതരണം ചെയ്യാൻ അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. 1 രൂപ ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളിലും ആരാണ് നിലവിൽ ഒപ്പുവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇനി 1 രൂപ നോട്ടിലാണെങ്കിലോ അത് ധനകാര്യ സെക്രട്ടറി ആണ്. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയാണ്. അതേപോലെ തന്നെ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് എണ്ണപ്പനയാണ്. ഇനി ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. ഇന്ത്യയുടെ നോട്ടിൽ ഒപ്പുവെച്ച ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ടൈലർ ആണ്. അതേപോലെ തന്നെ റിസർവ് ബാങ്ക് പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് SCERT NCERT ഫാക്റ്റും ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും കേന്ദ്ര ബാങ്കിന്റെ ചുമതലയാണ്. ഇതിനായി കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് എന്തെന്ന് പറയുന്നത്? പണനയം എന്ന് പറയുന്നത്. അപ്പോൾ
ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും കേന്ദ്ര ബാങ്കിന്റെ ചുമതലയാണ്. അതായത് RBIയുടെ ചുമതലയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പണത്തിന്റെ മൊത്തത്തിലുള്ള സപ്ലൈയും അതേപോലെ തന്നെ വായ്പയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ കേന്ദ്ര ബാങ്കാണ്. കാരണം നമുക്കൊരു എന്താണ് വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് വായ്പയുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന RBI ആണ്. ഓക്കെ, അപ്പോൾ RBI ഇതിന് സ്വീകരിച്ചിരിക്കുന്ന നയമാണ് എന്തെന്ന് പറയുന്നത്, പണനയം എന്ന് പറയുന്നത്. പണലഭ്യത, പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ നയമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണനയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണ ലഭ്യതയും വായ്പയും നിയന്ത്രിക്കുന്നത് പണനയത്തിലെ ഉപകരണങ്ങൾ വഴിയാണ്. എന്താണ് ഈ പറയുന്ന പണനയത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പണനയത്തിലെ പ്രധാന ഉപകരണങ്ങൾ? അപ്പോൾ എന്താണ് മക്കളെ ഈ പറയുന്ന പണനയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പണനയം എന്ന് പറയുന്നത്? അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ സപ്ലൈയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും അതേപോലെ തന്നെ കേന്ദ്ര ബാങ്കിന്റെ ചുമതലയാണ്. ഇങ്ങനെ ഇതിനായി കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പണനയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെ പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണത്തെയും എന്താണ് നിലവിൽ അതിനുവേണ്ടി കൈക്കൊള്ളുന്ന നയത്തെയാണ് എന്തെന്ന് പറയുന്നത്, മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പണനയത്തിലെ പ്രധാന ഉപകരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ്, അതേപോലെ തന്നെ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ, അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ നടപടികൾ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പണനയത്തിലെ പ്രധാന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് താഴെ പറയുന്നവയിൽ പണനയത്തിലെ ഉപകരണങ്ങളിൽ പെടാത്തത് അല്ലെങ്കിൽ പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ വിട്ടുപോകരുത്, ഓർത്തു വെച്ചോ, ബാങ്ക് റേറ്റ്. ഓക്കെ, പണനയത്തിലെ പ്രധാന ഉപകരണങ്ങളിൽ ഒന്നാണ് ബാങ്ക് റേറ്റ്. രണ്ടാമത്തെ തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇനി കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ, അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ നടപടികൾ. ഇത്രയാണ് ബാങ്ക് റേറ്റിന്റെ അതായത് പണനയത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഗുണപരമായ ഉപാധികൾ, അളവ് പരമായ ഉപാധികൾ എന്നിങ്ങനെ പണനയ ഉപാധികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്താണ് പണനയ ഉപാധികളെ നമുക്ക് ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഗുണപരമായ ഉപാധികൾ, അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നും. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നും രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നും രണ്ടായി നമുക്ക് ഇതിനെ തരംതിരിക്കാം. അപ്പോൾ പണനയത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മക്കളെ? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നും രണ്ടായി തരംതിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് പണനയത്തെ എന്താണ് പ്രധാനപ്പെട്ട പണനയത്തിലെ ഉപകരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ. അങ്ങനെ ഈ ഒരു 4 പ്രധാന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പണനയത്തിലെ. ഓക്കെ, ബാങ്ക് റേറ്റ്, അതേപോലെ തുറന്ന വിപണി, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ നടപടി. ഇനി ഈ പറയുന്ന എന്താണ് പണനയത്തെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് ഗുണപരമായ ഉപാധികൾ? അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ നടപടികൾ. ഇതാണ് ഗുണപരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പണനയത്തിലെ? അതാണ് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ നടപടികൾ. അതേപോലെ രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് അളവുപരമായ ഉപാധികൾ എന്ന് പറയുന്നത്. അതാണ് ധാർമ്മിക പ്രേരണ, മാർജിൻ റിക്വയർമെന്റ്സ്, പ്രത്യക്ഷ നടപടികൾ. ഇതാണ് അളവുപരമായിട്ടുള്ള, അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബാങ്ക് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ് ബാങ്ക് റേറ്റ്? അതായത് കേന്ദ്ര ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കടം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കടം കൊടുക്കുന്ന നിരക്കിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ഒറ്റ വാക്കി തന്നെ പഠിച്ചു വെച്ചോ. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന നിരക്കിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വാങ്ങുകയും അതേപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ. അടുത്തതാണ് എന്താണ് കരുതൽ ധനാനുപാതം, അതായത് CRR എന്ന് പറയുന്നത്? എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് CRR അല്ലെങ്കിൽ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകളുടെ വായ്പ CRRനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് എന്താണ് കൊടുക്കുന്ന വായ്പകൾ റിസർവ് ബാങ്ക് അത് ഇവരുടെ CRR എത്രയാണോ അത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് കൊടുക്കുന്നത് അതിനെ അനുസരിച്ചാണ് ഇവർക്ക് വായ്പ നമ്മൾ കൊടുക്കുന്നത്. അതായത് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ കൊടുക്കുന്നത് എന്തിനെ ആശ്രയിച്ചാണ് താഴെ പറയുന്നവയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRR അതായത് കരുതൽ ധനാനുപാതത്തെ ആശ്രയിച്ചാണ് ഓരോ വാണിജ്യ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് വായ്പ കൊടുക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടികളാണ് സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെറിലൈസേഷൻ നടപടി എന്ന് ചോദിച്ചാൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്ന് പറയുന്നത്. അടുത്തത് കരുതൽ ധനാനുപാതത്തിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്ന് പറയുന്നത്. അപ്പോൾ കരുതൽ ധനാനുപാതത്തിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്ന് അറിയപ്പെടുന്നത്. കേന്ദ്ര ബാങ്കിന്റെ വായ്പാ നയം നടപ്പിലാക്കുവാൻ അംഗബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതാണ് ധാർമ്മിക പ്രേരണ, അതായത് മോറൽ സുസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉപഭോക്താവ് ആവശ്യപ്പെട്ട് വായ്പയുടെ അളവിനേക്കാളും കുറഞ്ഞ അളവിൽ വായ്പ നൽകുന്നത് മാർജിനൽ റിക്വയർമെന്റ്സ് ആണ്. കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെയാണ് പ്രത്യക്ഷ നടപടികൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി അംഗീകൃത സർക്കാർ സെക്യൂരിറ്റികൾക്ക് ഈട് വെച്ച് ഒറ്റ രാത്രി കൊണ്ട് RBIയിൽ നിന്ന് ബാങ്കുകൾ കടമെടുക്കുന്ന നിരക്കാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF എന്ന് പറയുന്നത്. അപ്പോൾ അംഗീകൃത സർക്കാർ സെക്യൂരിറ്റികൾ ഈട് വെച്ച് ഒറ്റ രാത്രി കൊണ്ട് RBIയിൽ നിന്ന് ബാങ്കുകൾക്ക് കടമെടുക്കുന്ന നിരക്കിനെ പറയുന്നതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അതർവൈസ് നോൺ as MSF. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ജസ്റ്റ് എന്താണ് നമ്മുടെ ഈ പറയുന്ന RBIയുടെ കാര്യങ്ങളാണ്. നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്, നോട്ട് അച്ചടിച്ചിറക്കൽ, ഓരോ ബജറ്റിലും വായ്പ നിയന്ത്രിക്കൽ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് RBI ആണ്. എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാകുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ RBI ആണ്.
നികുതി ചുമത്തുന്നതിനും പിരിച്ചെടുക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങളെയും തത്വങ്ങളെയും നികുതി നയങ്ങൾ എന്നാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ കമ്മി ബജറ്റ്, അതായത് വരവ് കുറവും ചെലവ് കൂടുതലും നികത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗമാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്, അതായത് കമ്മി ധനസഹായം എന്ന് പറയുന്നത്. ബജറ്റ് കമ്മി നികുതി നികത്തുന്നതിനായി RBI ഗവൺമെന്റിന്റെ ട്രഷറി ബില്ലുകൾ ഈടായി സ്വീകരിച്ചുകൊണ്ട് നോട്ട് അച്ചടിച്ചിരിക്കുന്ന രീതിയാണ് കമ്മി ധനസഹായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഇതിനപ്പുറത്തേക്ക് മക്കളെ ഒന്നും പഠിക്കാനില്ല. കാരണം അത്രയും അധികം നമ്മൾ പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു, എല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി നോക്കാം. അതായത് എന്താണ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇത് ഇത്രയേ ഉള്ളൂ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ സപ്ലൈയും അതേപോലെ തന്നെ വായ്പയുടെ നിയന്ത്രണവും, പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും ഇത് എന്താണ് കേന്ദ്ര ബാങ്കിന്റെ ചുമതലയാണ്. ഇതിനായി കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് എന്തെന്ന് പറയുന്നത് പണനയം. അപ്പോൾ പണത്തിന്റെ സപ്ലൈയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വായ്പയുടെ നിയന്ത്രണവും ഇതിനെ എന്താണ് ഇതിന്റെ ഇടയിൽ കൈക്കൊള്ളുന്ന കേന്ദ്ര ബാങ്കിന്റെ നയമാണ് പണനയം എന്ന് പറയുന്നത്. പണലഭ്യത, പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ നയമാണ് ഇതെന്ന് പറയുന്നത് എന്ത് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പണനയത്തിലെ പ്രധാന ഉപകരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ്, തുറന്ന വിപണി, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ എന്നിവയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പണനയത്തിലെ പ്രധാന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പണനയത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് അതിൻ്റെ ഗുണപരമായ ഉപാധികൾ, അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നും. ഇതിലെ ഗുണപരമായ ഉപാധി ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പെടുന്നതാണ് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ധാർമ്മിക പ്രേരണ, മാർജിൻ റിക്വയർമെന്റ്സ്, പ്രത്യക്ഷ നടപടികൾ. ഓരോന്നും എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് ബാങ്ക് റേറ്റ് എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് തുറന്ന വിപണി, എന്താണ് കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, എന്താണ് സ്റ്റെറിലൈസേഷൻ നടപടി, എല്ലാം നമ്മൾ പറഞ്ഞതാണ്. എല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് നോക്കി, ഏകദേശം 1.5 മണിക്കൂറാണ് നമ്മൾ ഒരു ചോദ്യത്തിന് വേണ്ടി എടുത്തത്. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇനി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസിന്റെ ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കിംഗ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ജോലിയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക ലക്ഷ്യത്തിൽ എത്തുന്നത് വരെയും. ഓക്കെ, അപ്പൊ അതുവരെയും പല പ്രതിസന്ധികൾ വരും. പക്ഷെ ഇതൊന്നും ആലോചിച്ചോ അല്ലെങ്കിൽ ഇതിനൊക്കെ ചെവി കൊടുത്തോ നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഒന്നും ആവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകും. അതൊക്കെ അങ്ങ് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ഓക്കെ, കൂടുതൽ ആലോചിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ദുഃഖത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, പഠിക്കുക, അഡ്വൈസ് കയ്യിൽ വരുന്നവരെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? എക്കണോമിക്സിലെ കുറച്ച് ഡെപ്തിലേക്കുള്ള ചോദ്യങ്ങളാണ്. കാരണം ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 ആണ് 2024. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാം. ഉയർന്ന സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും, ഉയർന്ന സർക്കാർ ചെലവും ഉയർന്ന നികുതികളും, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും, കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. അപ്പോൾ ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉത്തരം സി ആണ്. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ് ആ സമയത്ത് നടപ്പാക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. ഇന്ത്യൻ ധനമന്ത്രാലയമാണ് രാജ്യത്തിന്റെ ധനനയം വികസിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ധനമന്ത്രാലയമാണ് രാജ്യത്തിന്റെ ധനനയം വികസിപ്പിക്കുന്നത്. രാജ്യത്ത് ഒരേ സമയം സർക്കാർ ചെലവ് കുറയ്ക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് സങ്കോചപരമായ ധനനയത്തിലൂടെയാണ്. അതായത് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ഒരേ സമയം സർക്കാർ ചെലവ് കുറയ്ക്കുകയും
നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സങ്കോചപരമായ ധനനയം. അത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ ചെയ്യുന്നതാണിത്. ഓക്കെ, ഇനി എന്താണ്? രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സങ്കോച നയം ഉപയോഗിക്കുന്നു. അപ്പോൾ രാജ്യത്ത് പണപ്പെരുപ്പം അമിതമായി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി, അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്ന മലയാളം, സങ്കോചപരമായ ധനനയമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുകയും നികുതി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നത് വിപുലീകരണ ധനയം, അതായത് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുകയും നികുതി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് വിപുലീകരണ ധനനയം എന്ന് പറയുന്നത്. വിപുലീകരണ ധനനയം, അതർവൈസ് നോൺ എസ് എക്സ്പാൻഷൻ ഫിസ്ക്കൽ പോളിസി എന്നാണ് പറയുന്നത്. പൊതുവെ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തെയാണ് ധനനയം എന്ന് പറയുന്നത്. ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനസഹായം വഴി സാധിക്കുന്നു. ധനനയം രാജ്യത്തിന്റെ പുരോഗതിയെ സ്വാധീനിക്കുന്നു. ധനനയത്തിന്റെ ചില ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ധനനയത്തിന്റെ ചില ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അപ്പോൾ ധനനയത്തിന്റെ ചില ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് ഏതൊക്കെ? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. മൊത്തം ഡിമാൻഡിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തെ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഡിമാൻഡിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയമാണ് ധനനയം എന്ന് പറയുന്നത്. അധിക ചോദന, പണപ്പെരുപ്പം, ഓക്കെ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഗവൺമെന്റ് ചിലവുകൾ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ കുറയ്ക്കുക, ഗവൺമെന്റ് കടം വാങ്ങൽ അതായത് പൊതുകടം കുറയ്ക്കുക, ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക, നികുതി നിരക്കുകൾ കൂട്ടുക. ഇതൊക്കെയാണ് പണപ്പെരുപ്പം സമയത്തെ ഫിസ്ക്കൽ നയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ന്യൂന ചോദന, പണ ചുരുക്ക അല്ലെങ്കിൽ പണ ചുരുക്ക സമയത്തെ ഫിസിക്കൽ നയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് വർദ്ധിപ്പിക്കുക, പൊതുകടം ഉയർത്തുക, കമ്മി ബജറ്റ് നടപ്പാക്കുക, നികുതി നിരക്കുകൾ കുറയ്ക്കുക. പൊതു ചെലവ് അതേപോലെ തന്നെ പൊതുകടം, നികുതി നിരക്ക് എന്നിവയിൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ബോധപൂർവമായ ഇടപെടലുകളെയാണ് വിവേചനപരമായ ഫിസ്ക്കൽ നയം, അതായത് ഡിസ്ക്രിയേഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ബിസിനസ് സൈക്കിളുകളെ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയിൽ സുസ്ഥിരത നിലനിർത്തുന്നതിനായി ഗവൺമെന്റ് മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ഫിസ്ക്കൽ നയമാണ് വിവേചനപരമായ ഫിസ്ക്കൽ നയം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് സൈക്കിളുകളുടെ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയിൽ സുസ്ഥിരത നിലനിർത്താനായി ഗവൺമെന്റ് മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ഫിസ്ക്കൽ നയം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്? വിവേചനപരമായ ഫിസ്ക്കൽ നയം എന്ന് പറയുന്നത്. പുതിയ നികുതികൾ ഏർപ്പെടുത്തുന്നത്, ഗവൺമെന്റ് ചെലവ് ചുരുക്കൽ എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ. ഉൽപ്പന്നത്തിന്റെയും തൊഴിലിന്റെയും നിലവാരം, പൊതുനിലവാരം സ്ഥിരമായി നിലനിർത്തൽ ഗവൺമെന്റ് ഫിസ്ക്കൽ നയം ഉപയോഗിക്കണമെന്ന് പ്രതിപാദിക്കുന്ന J.A. കെയ്ൻസിന്റെ കൃതി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ ഇൻസെന്റ് ആൻഡ് മണി എന്നതുള്ളതാണ് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഉൽപ്പന്നത്തിന്റെയും തൊഴിലിന്റെയും നിലവാരം, പൊതുനിലവാരം സ്ഥിരമായി നിലനിർത്തുവാൻ ഗവൺമെന്റ് ഫിസ്ക്കൽ നയം ഉപയോഗിക്കണമെന്ന് പ്രതിപാദിക്കുന്ന J.A. കെയ്ൻസിന്റെ കൃതി. J.A. കെയ്ൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിച്ച് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ J.A. കെയ്ൻസിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റും ഇൻസ്റ്റന്റ് മണി എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ എന്താണത്? ഉൽപ്പന്നത്തിന്റെയും തൊഴിലിന്റെയും നിലവാരം, പൊതുനിലവാരം സ്ഥിരമായി നിലനിർത്തുവാൻ ഗവൺമെന്റ് ഫിസ്ക്കൽ നയം ഉപയോഗിക്കണമെന്ന് പ്രതിപാദിക്കുന്ന
കെയ്ൻസിന്റെ കൃതി ഏതാണ് താഴെ പറയുന്നവയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റും ഇൻസ്റ്റന്റ് മണി എന്ന് പറയുന്ന കൃതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിന് പറയുന്നതാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ അടങ്ങിയതാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ അടങ്ങിയതാണ് GDP. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ശുഭ സൂചകമായി കണക്കാക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP ക്രമമായി വർദ്ധിക്കുന്നതാണ്. സാധാരണയായി ഒരു രാജ്യം അവികസിതമായിരിക്കുമ്പോൾ ആ രാജ്യത്തെ തൊഴിൽ സേനയുടെ ഭൂരിഭാഗവും തൊഴിൽ ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്. ഓക്കെ, അപ്പോൾ സാധാരണയായി ഒരു രാജ്യം അവികസിതമായിരിക്കുമ്പോൾ ആ രാജ്യത്തെ തൊഴിൽ സേനയുടെ ഭൂരിഭാഗം തൊഴിൽ ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ്. GDP ഉൾപ്പെടാത്തവയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വരുമാനം. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് GDP-യിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവനകൾ കാണുന്ന പുതിയ പ്രവണത സേവന മേഖലയിലെ വളർച്ച സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ പഠിക്കാനുള്ളത്. കുറച്ച് ഡെപ്തിലേക്കുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഡിസ്ക്രിയേഷണറി ഫിസ്ക്കൽ പോളിസി എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് വരുന്ന ധനനയം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ മതി എന്ത് അടുത്തൊരു എക്സാമിലേക്ക്. നമുക്ക് എക്കണോമിക്സിന്റെ ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യമാണ്. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത്. ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓക്കെ ഏത് പഞ്ചവത്സരി പദ്ധതി കാലത്താണ്? നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയും അതേപോലെ തന്നെ അതിൻ്റെ വർഷങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് 12 പഞ്ചവത്സര പദ്ധതികളാണ് നമുക്ക് നിലവിലുള്ളത്. അതിനുശേഷമാണ് പിന്നീട് 2015 ജനുവരി 1 നീതി ആയോഗ്, നാഷണൽ ട്രാൻസ്ഫോമിംഗ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളും അതേപോലെ തന്നെ ആ പദ്ധതികൾ എന്നാണ് തുടങ്ങിയതെന്നും എന്നാണ് അവസാനിക്കുന്നത് എന്നും ഉള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 1951 മുതൽ 2017 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഓരോ തവണയും പഞ്ചവത്സര പദ്ധതികളിലുണ്ടായ മാറ്റങ്ങളും ഉൾപ്പെടെ നമുക്ക് പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ഓരോ പഞ്ചവത്സര പദ്ധതി, അവയുടെ പീരീഡ് എന്താണ്, അതേപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്നുള്ളതും നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ 1951 to 56 ആണ്. ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചറിനായിരുന്നു. ഇനി സെക്കൻഡ് 5-year പ്ലാൻ ആണെങ്കിൽ 1956 to 61 ആണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇനി തേർഡ് 5-year പ്ലാൻ ആണെങ്കിൽ 1961 to 66 ആണ്, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, സെൽഫ് സഫിഷ്യൻസി ഇൻ എക്കോണമി ആയിരുന്നു. ഇനി ഫോർത്ത് 5-year പ്ലാൻ ആണെങ്കിൽ 1969 to 74, സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റൈൻഡ് ഗ്രോത്തിനാണ് പ്രാധാന്യം. ഫിഫ്ത്ത് 5-year പ്ലാൻ ആണെങ്കിൽ 1974 to 79 ആണ്, റിമൂവൽ ഓഫ് പോവർട്ടി ആണ്, ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പഞ്ചവത്സര പദ്ധതി. ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ്ത് 5-year പ്ലാൻ ആണെങ്കിൽ 1980 to 85, ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. സെവൻത് 5-year പ്ലാൻ ആണെങ്കിൽ
1985 to 19 ആണ് മോഡേണൈസേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. 18 5-year പ്ലാൻ ആണ് 1990 to 97 ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇനി 9th 5-year പ്ലാൻ ആണ് 1997 to 2002 റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഇനി 2002 to 2007 ആണ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. 11th 5-year പ്ലാൻ ആണ് 2007 to 2012 ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ ആണ്. 12th 5-year പ്ലാൻ ആണ് 2012 to 2017 സബ്സ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സുസ്ഥിര വികസനം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. അതായത് ഏതാണ് 5-year പ്ലാൻ എന്നുള്ളതും അതിന്റെ പീരീഡ് എന്താണെന്നുള്ളതും അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അന്ന് 1 മാർക്ക് മക്കളെ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഏതൊക്കെയാണ് 5-year പ്ലാൻ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതും ഏത് സമയത്താണ് ഈ ഒരു 5-year പ്ലാനും അതിന്റെ പീരീഡ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എക്കണോമിക്സിൽ നിന്ന് 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് 5-year പ്ലാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം അതായത് എന്താണ്, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത്. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാ? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 16th 17th 18th 19th എന്നാണ് 1997 to 2002 കാലഘട്ടത്താണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്നുള്ളതും അതേപോലെ തന്നെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം മകളെ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1997 to 2002 ആണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. സാമൂഹിക നീതിക്കും സമത്വത്തിനും എന്ന ലക്ഷ്യത്തോടെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? സ്ത്രീ ശാക്തീകരണം, വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമവികസനവും, പ്രാഥമിക ആരോഗ്യ സൗകര്യം. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ത്രീ ശാക്തീകരണം, വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമവികസനവും, പ്രാഥമിക ആരോഗ്യ സൗകര്യം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയുടെ കാലത്ത് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയുടെ കാലത്ത് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യ 2ാം ആണവ പരീക്ഷണം നടത്തിയത്. 1998 മെയ് 11, 13 തീയതികളായി ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണം നടത്തിയത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഒത്തിരി തവണ ചോദിച്ചതാണ്. കുടുംബശ്രീ ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം 1999. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് 1999. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് SGSY, അതേപോലെ തന്നെ AAY, അന്നപൂർണ, സ്വൽ ജൽധാര, VAMBAY. ഇതെല്ലാം ഏത് സമയത്താ? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നടത്തിയത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. SSA 2001 വന്നത്, ചോദിക്കാറുണ്ട്. അടുത്തത് പോട്ട. അപ്പോൾ എന്താണ്? ഈ പറയുന്ന പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ആണ് പോട്ട നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ചോദിച്ചാൽ 6.5%
9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. പക്ഷെ കൈവരിച്ചത് 5.4%. വാർത്താവിനിമയ ഗതാഗത രംഗങ്ങളിലെ വൻ പുരോഗതി പ്രാപ്തമാക്കാൻ ഇന്ത്യയെ സഹായിച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി 85-90. ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, സാമൂഹിക നീതി, സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭക്ഷ്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, സാമൂഹിക നീതി, സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം വച്ച വളർച്ച നിരക്ക് 5%, കൈവരിച്ചത് 6%. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2002-2007 ആണ്. ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക, ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക, ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി. മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, വിദ്യാഭ്യാസം, തൊഴിൽ വേതനം എന്നിവയ്ക്കായി ലിംഗവിവേചനം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത്. 11ാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയത് ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്കായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് ആം ആദ്മി ബീമാ യോജനയും ആധാർ പദ്ധതിയും. അപ്പോൾ ആധാർ പദ്ധതിയും ആം ആദ്മി ബീമാ യോജന വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയത് താഴെ പറയുന്നവയിൽ ഏതു പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാ? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 9%. ഓക്കെ, അപ്പോൾ 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 9%, കൈവരിച്ചത് 8%. എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 11ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ക്ലാസ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനിയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് നിങ്ങൾക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്ന എല്ലാ ക്ലാസ്സുകളും തന്നെ ഏകദേശം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ വരുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയാലും നിങ്ങൾക്ക് ഭാവിയിൽ ഇത് ഉറപ്പായും ഉപകാരപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ക്ലാസ്സുകളാണ് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊന്നും യാതൊരുവിധ കോംപ്രമൈസും വരുത്തിയിട്ടില്ല. മാക്സിമം പോയിന്റ് നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം റെഫറൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളും ഇനി കാശ് കയ്യിലില്ല എന്നതിൻ്റെ പേരിൽ പഠിക്കാതിരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ എന്തൊക്കെയാണോ ഒരു പെയ്ഡ് കോഴ്സിന് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് തന്നെയാണ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാ സംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇസ്രം പോർട്ടൽ ആരംഭിച്ചത്? ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും എക്സാമുകളിൽ ഈ ഒരു ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രം പോർട്ടൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോകണം. അപ്പോൾ എല്ലാ സംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇസ്രം പോർട്ട് ആരംഭിച്ചത്? നോക്കിയ മക്കളെ, ഓപ്ഷൻ ധനകാര്യ മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. ഏതാണ്? ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ഇസ്രം പോർട്ട്. ഇസ്രം പോർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന എക്സാമുകളിൽ എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം ഇസ്രം പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പോൾ എല്ലാ സംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ
ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇസ്രം പോർട്ടൽ ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്ന ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. അതായത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ഇസ്രം പോർട്ടൽ ആരംഭിച്ചത്. അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ഒരു ദേശീയ ഡേറ്റാബേസ് ആണ് സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പോർട്ടലാണ് ഇസ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇസ്രം എന്ന് പറയുന്ന പോർട്ടലിന്റെ ആ ഒരു എംബ്ലോം കാര്യങ്ങളൊക്കെ. അപ്പോൾ അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ഒരു ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് ഇസ്രം. ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇസ്രം പോർട്ടൽ ആരംഭിച്ചത്. ഇസ്രം ആരംഭിച്ചത് 2021 ഓഗസ്റ്റ് 26 ഓർത്തു വയ്ക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇസ്രം ആരംഭിച്ചത് 2021 ഓഗസ്റ്റ് 26. ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര തൊഴിൽ മന്ത്രിയായിട്ടുള്ള ശ്രീ ഭൂപേന്ദ്ര യാദവ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഇസ്രം പോർട്ടൽ. എന്നാണ്? 2021 ഓഗസ്റ്റ് 26. എന്താണ് ഇസ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഇസ്രം പോർട്ടൽ എന്താണ്? അതായത് അസംഘടിത തൊഴിലാളികളുടെ സമഗ്രമായ ഒരു ദേശീയ ഡാറ്റാബേസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇസ്രം പോർട്ടൽ എന്ന് പറയുന്നത്. അസംഘടിത മേഖലയിൽ തൊഴിലവസരങ്ങൾ ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനായി നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് ഈ ഇസ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെ ഉള്ള എല്ലാവരും അസംഘടിത മേഖലയിലെ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനായിട്ട് നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡ്. ഇസ്രം കാർഡ് ലഭിക്കുന്നതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 16നും 59നും ഇടയിൽ ആദായ നികുതി അടയ്ക്കുന്നവർ, EPFO, ESIC എന്നിവർ അംഗമായവർ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ 16-59നും ഇടയിലുള്ള ആദായ നികുതി അടയ്ക്കുന്നവർക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്രം പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിർമ്മാണ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള അസംഘടിത തൊഴിലാളികളുടെ ആദ്യത്തെ ദേശീയ ഡാറ്റാബേസ് ആണ് ഇസ്രം പോർട്ടൽ എന്ന് പറയുന്നത്. രാജ്യത്തെ ഏകീകൃത തിരിച്ചറിയൽ നൽകുന്ന പദ്ധതിയാണ് ഇസ്രം എന്ന് പറയുന്നത്. സ്ത്രീ തൊഴിലാളികളെ പരാതി അറിയിക്കുവാനും പരിഹരിക്കാനും ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ അത് സഹജ കോൾ സെന്റർ ആണ്. ഓക്കെ, അപ്പോൾ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ പരാതി അറിയിക്കുവാനും പരിഹരിക്കുവാനും ആരംഭിച്ച പദ്ധതിയാണ് സഹജ കോൾ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ പരാതി അറിയിക്കാനും പരിഹരിക്കുവാനും ആരംഭിച്ച പദ്ധതിയാണ് സഹജ കോൾ സെന്റർ. സഹജ കോൾ സെന്റർ ടോൾ ഫ്രീ നമ്പർ ആണ് 1800-555-215. അപ്പോൾ 1800-425-55-215 ആണ് സഹജ ടോൾ ഫ്രീ നമ്പർ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, സഹജ ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ എന്താണ്? നമുക്കിത് ഒന്ന് ഓർത്തു വെച്ചോ, 1800-425-55-215. ഇസ്രം പോർട്ടൽ രജിസ്റ്റർ ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും 12 അക്ക നമ്പർ അടങ്ങിയ ഇസ്രം കാർഡ് ലഭിക്കും. അപ്പോൾ ഓർത്തു വെച്ചോ, ഇസ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടുന്ന കാർഡിന് എത്ര നമ്പർ ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രം കാർഡിലെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര ഡിജിറ്റ് ആണുള്ളതെന്ന് ചോദിച്ചാൽ 12 അക്ക നമ്പർ അടങ്ങിയതാണ് ഇസ്രം കാർഡ് നമ്പർ എന്ന് പറയുന്നത്. ഇസ്രം പോർട്ടൽ നിലവിൽ യോജിപ്പിക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ കരിയർ സർവീസ് NCS പോർട്ടൽ, സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഹബ്ബ് SIDH, മൈസ്ക്രീം പോർട്ടൽ, പ്രധാൻ മന്ത്രി ശ്രം യോഗി മാൻ ധൻ അതായത് PMSYM സ്കീം. ഇത്രയാണ് നിലവിൽ അതിൻ്റെ അകത്ത് വരുന്നത്. സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇസ്രം പോർട്ടലിൽ രജിസ്ട്രേഷനായി സംബന്ധിച്ച തൊഴിലാളികളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആവിഷ്കരിച്ച ദേശീയ ടോൾ ഫ്രീ നമ്പറാണ് 14434. ഓർത്തു വെച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇസ്രം പോർട്ടൽ ആകെ എത്ര ഡിജിറ്റ് ആണ് നമ്പറിന് ഇസ്രം കാർഡിനുള്ളത്? 12 ഡിജിറ്റ് ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇസ്രം പോർട്ടൽ രജിസ്ട്രേഷനുമായി സംബന്ധിച്ച തൊഴിലാളികളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആവിഷ്കരിച്ച ദേശീയ ടോൾ ഫ്രീ നമ്പറാണ് 14434. എല്ലാ ജില്ലയിലും ചുമട്ടുകൂലി നിരക്കുകൾ, സംശയ ദൂരീകരണത്തിനും പരാതി സമർപ്പിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജില്ലയിലും ചുമട്ടുകൂലി നിരക്കുകൾ,
സംശയ ദൂരീകരണത്തിനും പരാതി സമർപ്പിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ ലഭിക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവ എന്ന് പറയുന്നത്. അപ്പോൾ 144-34 ഇസ്രം പോർട്ടലുമായി സംബന്ധിച്ച് എന്താണ് നമ്മൾ ഈ പറയുന്ന തൊഴിലാളികളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ടോൾ ഫ്രീ നമ്പറാണ് 144-34. ഓർത്തു വെച്ചോ. അതേപോലെ തന്നെ നിലവിൽ എന്താണ് ഇസ്രം പോർട്ടലിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ് ആണ് ആ കാർഡിന് വരുന്ന നമ്പർ എന്ന് ചോദിച്ചാൽ 12 ഡിജിറ്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏത് പ്രായപരിധിയിലുള്ളവർക്കാണ് ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത്? 16-59 ആണെന്ന് ഓർത്തു വയ്ക്കുക. എന്നാണ് ഇത് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 ഓഗസ്റ്റ് 26 ഓർത്തു വയ്ക്കുക. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ശ്രീ ഭൂപേന്ദർ യാദവ് ആണ് ഈ പറയുന്ന ഇസ്രം പോർട്ടൽ നിലവിൽ എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തതെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. മക്കളെ ഇത് 1-2 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം തന്നെ കേൾക്കുമ്പോൾ എന്താണ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടാവില്ല. എങ്കിലും എന്ത് ചെയ്യുക? നമുക്ക് പഠിച്ച് നമുക്കൊരു ജോലി വാങ്ങണം. ജോലി വാങ്ങി ഇത്രയും നാൾ നമ്മൾ ജീവിച്ചതിൽ നിന്നും കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മൾ ഇത്രയും നാൾ നോക്കിയ നമ്മുടെ രക്ഷകർത്താക്കളെ നമുക്ക് നാളെ അവരെ നോക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ സമൂഹത്തിലെ നല്ലൊരു വില, വീട്ടിലെ നല്ലൊരു വില, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഒന്ന് മാറും ഈ ഒരു ജോലി എന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അത്രത്തോളം ആത്മാർത്ഥതയോടു കൂടി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അടുത്ത് വരുന്ന എല്ലാ എക്സാമുകൾക്കും കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 പ്രാവശ്യം മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് 1-2 പ്രാവശ്യം വായിക്കുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട് കൃത്യം 9 മണിക്ക്. ആ ക്വസ്റ്റ്യൻ ബോളിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാഠഭാഗം പക്ക സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം അവസാനം നമ്മൾ ഓവറോൾ റിവിഷനും ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ വരുന്നുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പക്ക സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് മുതൽ ഇനി അങ്ങോട്ടേക്ക് വരുന്ന 2025 വരുന്ന എല്ലാ എക്സാമുകൾ, അതായത് ഈ പറയുന്ന ബെവ്കോ LDC, കമ്പനി കോർപ്പറേഷൻ LGS, അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, VEO, അങ്ങനെ എല്ലാ എക്സാമുകളുടെ ലിസ്റ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്കറിയാം, അതായത് നമുക്ക് പ്രത്യേകിച്ച് വേറെ പെയ്ഡ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററോ ഒന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് വീണ്ടും ഇങ്ങനെ പറയുന്നത്, ഉറപ്പായിട്ടും പഠിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇനിയെങ്കിലും ഈ പറയുന്ന കുറേ പേര് നിലവിൽ എന്ത് ചെയ്യാത്തവരുണ്ട്, നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ആ പക്ക റിവിഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും അതേപോലെ തന്നെ കമൻറ്റും ഷെയറും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.